ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയോട് ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് സ്നേഹ. ഏട്ടനത് ഏട്ടത്തിക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ അത് ആർക്കു വേണ്ടിയാ വാങ്ങിവെച്ചത് എന്നൊക്കെ സ്നേഹ ചോദിക്കുമ്പോൾ സ്നേഹയ്ക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സച്ചി. തുടർന്ന് സ്നേഹ പറയുകയാണ്, ഏട്ടത്തി മനഃപൂർവ്വമല്ല ആ സാരിയൊക്കെ എടുത്തു കൊടുത്തത്. ഞാൻ ആ ഏട്ടത്തിയെ നിർബന്ധിപ്പിച്ച് ആ സാരി ഉടുപ്പിച്ചതും ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ചതും സച്ചിയേട്ടൻ വന്ന് കണ്ടു കഴിയുമ്പോൾ സ്നേഹത്തോടെ എടുത്ത് വട്ടം കറക്കുമെന്നൊക്കെ ഞാൻ ആ ഏട്ടത്തിയോട് പറഞ്ഞിരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നേട്ടാ, വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹ നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അച്ചുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ കാരണമല്ലേ ഏട്ടത്തിക്ക് ഇന്നലെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടിയത്. ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. അത് അങ്ങനെയൊന്നുമില്ല മോളെ, ഞങ്ങൾ തമ്മിൽ ചെറിയ ഓരോരോ കാര്യത്തിന് വഴക്കുണ്ടാക്കിയതാണെന്ന് അച്ചു പറയുന്നുണ്ടെങ്കിലും സ്നേഹ അതൊന്നും സമ്മതിക്കുന്നില്ല. തുടർന്ന് അർച്ചന പറയുകയാണ്, അത് പിന്നെ മോളെ, അത് സച്ചിയേട്ടൻ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിവെച്ചതായിരുന്നു. അത് നമ്മളെടുത്ത് കൊടുത്തപ്പോൾ സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അതാ സച്ചിയേട്ടൻ എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടത്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സച്ചി ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അമ്മുവിൻ്റെ പേരും കൂടി അർച്ചന പറയുകയാണെങ്കിൽ അതോടെ എല്ലാം തീർന്നു എന്ന് മനസ്സിൽ സച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അർച്ചന സച്ചിയെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് സ്നേഹ ചോദിക്കുകയാണ്, ആർക്കു വേണ്ടി ഏട്ടത്തി ഏട്ടനത് വാങ്ങിവെച്ചത്, ഏട്ടത്തി എന്നോട് പറ. തുടർന്ന് സച്ചിയെ നോക്കിക്കൊണ്ട് അർച്ചന പറയുകയാണ്, എനിക്ക് വേണ്ടി തന്നെയാ മോളെ അത് സച്ചിയേട്ടൻ വാങ്ങിയത്. ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് കരുതി വാങ്ങിയതായിരുന്നു. ആ സർപ്രൈസ് നമ്മൾ രണ്ടുപേരും കൂടി പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ, അതിൻ്റെ ഒരു വിഷമം, അതിൻ്റെയാണ് എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനും തിരിച്ച് ദേഷ്യപ്പെട്ടു. അതാണ് ഇത്ര വലിയ പ്രശ്നത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചതെന്ന് പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, ഞാനിത് മുഴുവനായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല ഏട്ടത്തി. എന്താണെങ്കിലും സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം. അത്രയും പറഞ്ഞ് സ്നേഹ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപ് ആതിരയെ വിളിക്കുകയാണ്. തുടർന്ന് വീട്ടിൽ നടന്ന വഴക്കിനെ കുറിച്ചൊക്കെ സന്ദീപ് പറയുമ്പോൾ ആതിര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ലെങ്കിലും വലിയ വീട്ടിലെ ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. പാവപ്പെട്ട വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ചുമ്മായിട്ട് ഇങ്ങനെ പേടാപ്പാടൊക്കെ പെടുത്തുമെന്നൊക്കെ ആതിര പറയുമ്പോൾ സന്ദീപ് ആതിരയോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ സച്ചിയേട്ടനെ ആ കൂട്ടത്തിൽ പെടുത്താനൊന്നും പറ്റില്ല. എൻ്റെ സച്ചിയേട്ടൻ ഇങ്ങനെ വഴക്ക് കൂടുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എത്ര വഴക്കിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഒരു സോറി പറയുമ്പോൾ അതോടെ ഞങ്ങളെല്ലാവരും അത് മറക്കാറുമാണ് പതിവ്. അത് പിന്നെ തൻ്റെ ഏട്ടത്തീനെ കുറിച്ച് താൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടത്തിയെ പോലെയാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. താൻ എന്താണെങ്കിലും ഏട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ തന്നെ കാണണമെന്ന് ആതിര സന്ദീപിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിൻ്റെ അടുത്ത് ചെന്ന് സച്ചി മാപ്പ് പറയുന്നതാണ്. എനിക്ക് അന്നേരം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്കണം. എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്കാകെ ദേഷ്യം വന്നിരുന്ന സമയത്താ നീ അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാ കേട്ടോ, കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, എനിക്ക് സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുപോലെയല്ല അച്ചുവേട്ടത്തി. അച്ചുവേട്ടത്തിയോട് എന്താണെങ്കിലും ഏട്ടൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. അതെന്താണെങ്കിലും ഒരു ശരിയായ കാര്യമല്ലായിരുന്നു എന്നൊക്കെ സന്ദീപ് സച്ചിയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സച്ചി വിഷമത്തോടെ സന്ദീപിനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.